ഹായ്, ഫേസ്ലെസ് ആണ് ഞാൻ. ഈ കാണിക്കുന്ന ഈ ഫോട്ടോയിലെ ആള് ഇന്നലെ വരെ ഇന്ത്യ തെരഞ്ഞുകൊണ്ടിരുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലുള്ള ആള്. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാ, ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ വീടുകളിൽ ഒന്ന്, അതായത് ഒരു ഫ്ലാറ്റ്, അതിന്റെ ഒരു ഫ്ലോറിന്റെ വില തന്നെ 100 കോടിയിലധികം വരുമെന്നാണ് കണക്ക്. അത്രയും പോഷായുള്ള ഏരിയയില് അങ്ങനെ ഒരു ഫ്ലാറ്റില് അതിക്രമിച്ചു കയറിയ കള്ളൻ എന്ന പദപ്രയോഗമുള്ള CCTVയിൽ നിന്ന് ലഭിച്ച ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചത്. ഇന്ന് അയാളെ പിടിച്ചു എന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരെ എന്ന് പറയുന്നത്. ഇയാള് മുംബൈയിലെ ബാന്ദ്രയിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ. അദ്ദേഹം നോർത്തിലും സൗത്തിലും എല്ലാം ഫിലിം ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ്. അതുകൂടാതെ രാജകുടുംബാംഗമാണ്, പട്ടോടി ഫാമിലിയിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടില്, അതായത് ഫ്ളാറ്റില് അതിക്രമിച്ചു കയറി അവിടുന്ന് 1 CR ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനാൽ, കിട്ടാതെ വന്നതിനാൽ സെയ്ഫ് അലി ഖാനെയും 2 മെയ്ഡുമാരെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതാണ് കഥ. പക്ഷേ ഇതിന് പിന്നിൽ കുറെ കോൺട്രവേഴ്സികൾ. നമ്മളെല്ലാം അറിഞ്ഞ കഥ ഇതാണെങ്കിലും പല ചോദ്യങ്ങളും ഈ കഥയ്ക്ക് പിന്നിൽ ചോദിക്കേണ്ടതായി വരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആഡംബര വീട്ടില് ഈ കള്ളൻ കയറുന്നത്? അത് പോലീസിന്റെ ഭാഷ്യത്തിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ബാത്റൂമിന്റെ വെന്റ് പൊളിച്ച് അകത്ത് കയറി എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും വില കൂടിയ ഒരു ഫ്ളാറ്റില് ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും സേഫ്റ്റിയും ഉള്ള ഏരിയ തന്നെയുള്ള ആ സ്ഥലത്ത് ഒരു കള്ളൻ വെന്റ് പൊളിച്ച് അകത്ത് കയറുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോ ആ ഫ്ളാറ്റിന്റെ സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കേണ്ടിയിരിക്കും. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, ഈ ഫ്ളാറ്റിന്റെ പുറകിലുള്ള മതില് ചാടി ഇയാൾ അകത്ത് വരികയും ഫയർ എക്സിറ്റിന്റെ അവിടെയുള്ള സെക്യൂരിറ്റികളുടെ കണ്ണുവെട്ടിക്കാൻ മാത്രമൊന്നുമില്ല, ആകെപ്പാടെ 3 സെക്യൂരിറ്റിയാണ് ആ മൊത്തം ബിൽഡിങ്ങിലുള്ളത്. അപ്പം സെക്യൂരിറ്റിയുടെയോ അല്ലെങ്കിൽ CCTVയുടെയോ കണ്ണുവെട്ടിച്ച് അയാൾ ഫയർ എക്സിറ്റ് വഴി അകത്തേക്ക് പോകും. പുറകിലുള്ള ഫയർ എക്സിറ്റ് വഴി. ഈ ഫയർ എക്സിറ്റിലൂടെ അയാൾ സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് വളരെ കൂളായി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ CCTVയിലൂടെ അവൈലബിൾ ആണ്. ആ ടൈമില് അയാൾ ഒരു തുണി വെച്ച് തന്റെ കണ്ണൊഴിച്ച് മുഖവും താടിയും മൂടിയിരുന്നു. അതിനുശേഷം അയാൾ നടന്ന് മുകളിലേക്ക് പോകുന്നു. മുകളിൽ ചെന്ന് 1 മുതൽ 12 നിലകളുള്ള ഒരു ഫ്ളാറ്റില് 9ാമത്തെ നില മുതൽ 12ാമത്തെ നില വരെയാണ് സെയ്ഫ് അലി ഖാൻ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഫ്ലോറുകളിൽ ഒന്നും കേറാതെ കറക്റ്റ് 11ാമത്തെ നിലയിലെത്തി ഇയാള് അവിടുത്തെ ബാത്റൂമിന്റെ വെന്റ് വഴി, ഇത് നമ്മുടെ ചെറിയ ഫ്ളാറ്റുകളിലൊക്കെ കാണുന്ന ചെറിയ വെന്റ് അല്ല, ഇത് വലിയ മോളുകളിലൊക്കെ കാണുന്ന പോലത്തെ വലിയ ബാത്റൂം വെന്റാണ്. ഇത് പൊളിച്ച് ഇയാൾ അകത്ത് കയറുകയാണ്. ഈ ബാത്റൂം വെന്റ് പൊളിക്കുമ്പോഴുള്ള സൗണ്ട് ഒന്നും പുറത്തു പോയില്ലേ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ ഇയാള് വലിയ മാരകായുധങ്ങളോ അല്ലെങ്കിൽ ഇത് പൊളിക്കാനുള്ള സാധനങ്ങളോ ഒക്കെ ആയിട്ട് വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് മാത്രമാണ് അയാളുടെ കയ്യിലുള്ളത്. ഇയാള് ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, കാലില് ഷൂസ് ഇട്ടിട്ടില്ല. കാരണം സൗണ്ട് പുറത്തു പോകണ്ടെന്ന് കരുതിയിട്ടോ മറ്റോ ആയിരിക്കാം. എന്താണെങ്കിലും ഷൂസ് ഇട്ടിട്ടില്ല, സോക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുമായിട്ട് ഇയാൾ മുകളിൽ കയറി ചെല്ലുന്നു. ഈ വെന്റ് പൊളിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ ബാത്റൂം വഴി അകത്തേക്ക് കയറിയത് കൃത്യം സെയ്ഫ് അലി ഖാന്റെ ഇളയ മകനും നാനിയും കിടന്നുറങ്ങുന്ന മുറിയിലേക്കാണ്. അപ്പോ ഇവർക്ക് 2 പേർക്കുമായിട്ട് 2 കുട്ടികളാണുള്ളത്. ഈ 2 കുട്ടികളും നാനിമാരും താമസിക്കുന്ന ഫ്ലോറാണ് ഈ പറയുന്ന 11ാമത്തെ നില. ബാക്കി നിലകളില് ഇവരുടെ ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള നിലയായിട്ടും അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാനും കരീന കപൂറിനും ഉപയോഗിക്കാനുള്ള ബെഡ്റൂമും ഒക്കെ ആയിട്ട് ബാക്കി നിലകൾ മാറുകയാണ്. അപ്പം പ്രതി ഈ ഒരു നിലയിലേക്ക് തന്നെ വന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഇത്രയും നിലകൾ ഉണ്ടായിട്ടും താഴെയൊന്നും കേറാതെ ഈ ഒരു നില മാത്രം ലക്ഷ്യം വെച്ച് വരികയും അവിടെ ഈ 11ാമത്തെ ഫ്ലോറിലേക്ക് ഈ വെന്റ് വഴി കയറുകയും അവിടെ ചെന്നിട്ട് നമ്മുടെ ഒരു മലയാളി സ്ത്രീയാണ് ഇവിടെ നാനിയായിട്ടുള്ളത്, ഈ ഇളയ കുട്ടിയുടെ, അതായത് ഇവരുടെ മെയിൻ നാനി. ആ ഫ്ലോറിൽ ശരിക്കും പറഞ്ഞ 5 മുറികളാണ് ഉള്ളത്. അതിൽ ഓരോന്നിലും ഈ നാനിമാരും പിന്നെ അതുകൂടാതെ 2 കുട്ടികളുടെ റൂമും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ചെറിയ കുട്ടിയുടെ റൂമില് ഈ മെയിൻ നാനി കിടപ്പുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു, ശബ്ദമൊക്കെ കേട്ടപ്പോ കരീന കപൂർ വീട്ടിൽ വന്നതായിരിക്കുമെന്ന്. അതിനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാൽ, കരീന അന്ന് ഒരു ഗേൾസ് ഔട്ടിങ്ങിനും പാർട്ടിക്കും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അതും നമ്മുടെ അനിൽ കപൂറിന്റെ മകളായ റിയ കപൂറിന്റെ കൂടെയും അവരുടെ തന്നെ സിസ്റ്ററിന്റെ കൂടെയും ഒക്കെയാണ് പാർട്ടിക്ക് പോയിരിക്കുന്നത്. നൈറ്റ് പാർട്ടിയാണ് പോയത്. അതിനുശേഷം അവര് വരുന്ന സമയം മിക്കപ്പോഴും 1 മണി 2 മണി 3 മണിയൊക്കെയാണ്. അതുപോലെ അന്നും വന്നിട്ടുണ്ടാകും എന്നാണ് ഈ നാനി വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നാനി അവിടെ തന്നെ കിടന്നു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്റെ മുന്നില് ഒരു മുഖം മറച്ച, മാസ്ക് ഇട്ട പോലെ മുഖം മറച്ച ഒരു വ്യക്തി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നാനി പെട്ടെന്ന് ചാടി എണ്ണീറ്റപ്പോ ഈ വ്യക്തി അവരോട് പറഞ്ഞത്, എനിക്ക് ഒരു 1 CR വേണം, നിങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല. അപ്പൊ ഇയാളുടെ കയ്യിൽ കത്തിയുണ്ട്, കത്തി കാണിച്ചാണ് ഇയാൾ നിൽക്കുന്നത്. എന്തെങ്കിലും മിണ്ടിയാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും, ഈ കുട്ടിയെ ഉപദ്രവിക്കും, എനിക്ക് 1 CR വേണം. ഒരു വീട്ടിൽ കയറി ചെന്ന്
ആ വീട്ടിലെ വേലക്കാരിയോടല്ല 1 CR ചോദിക്കേണ്ടത്. അത് മാത്രമല്ല, ഒരു വീട്ടിലും ഇപ്പോൾ സമ്പാദ്യമായിട്ട് പണം വെക്കാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും അത് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് വെക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇയാൾ ഇത് ചോദിച്ചെന്ന് അറിയില്ല. എനിവേസ് അങ്ങനെ ചോദിക്കുകയും ഇവര് പെട്ടെന്ന് കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ഇയാളെ തടയുമ്പോൾ ഇയാള് ഇവരെ വെട്ടുകയും ചെയ്യുന്നു ഈ കത്തി ഉപയോഗിച്ച്. അതിനുശേഷം ഇവര് കുട്ടിയോട് പറഞ്ഞു, ഇയാളെ തടഞ്ഞു നിർത്തിയിട്ട് കുട്ടിയോട് പറയുന്നു ഓടി രക്ഷപ്പെട് എന്ന് പറയുന്നു. കുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുമ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് സെയ്ഫ് അലി ഖാൻ ആ റൂമിലേക്ക് വരുന്നു, ആ ഫ്ലോറിലേക്ക് വരുന്നു, മുകളിലത്തെ ഫ്ലോറിൽ. സെയ്ഫ് അലി ഖാൻ വരുന്ന സമയത്ത് കാണുന്നത് ഇതുപോലെ കുട്ടികളെയും നാനിമാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന, കത്തി കാണിച്ചു നിൽക്കുന്ന ഈ വ്യക്തിനെയാണ്, ഈ കള്ളനെയാണ്. അപ്പോ സെയ്ഫ് അലി ഖാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇയാള് അടുത്ത ഒരു നാനിക്കും കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സെയ്ഫ് അലി ഖാൻ പെട്ടെന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരോടും ഒരു റൂമിലേക്ക് മാറാൻ പറയുന്നു, കുട്ടികളുമായിട്ട്. അപ്പൊ അവര് ഒരു റൂമിലേക്ക് മാറുമ്പോൾ സെയ്ഫ് അലി ഖാൻ ഇയാളെ തടയാൻ വേണ്ടി മാക്സിമം അയാളോട് എതിർത്ത് നിൽക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സെയ്ഫ് അലി ഖാനെ, കാരണം സെയ്ഫ് അലി ഖാന്റെ കയ്യിൽ വേറെ ആയുധമില്ല, പെട്ടെന്ന് വന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സെയ്ഫ് അലി ഖാനെ ഇയാള് തലങ്ങും വിലങ്ങും ഇട്ട് കുത്തുകയാണ്. 6 കത്തിക്കുത്തോളം സെയ്ഫ് അലി ഖാൻ, അതില് കഴുത്തിലും പുറകിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനോട് ചേർന്ന് വരെ ഈ കത്തിക്കുത്ത് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈകളിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഈ സ്പൈനൽ കോഡിനോട് ചേർന്നുള്ളിടത്ത് സ്പൈനൽ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് കത്തിക്കുത്ത് കിട്ടുന്നത്. അതെങ്ങാനും ഒരു അല്പം മാറിയിരുന്നുവെങ്കിൽ സെയ്ഫ് അലി ഖാൻ പാരലൈസ്ഡ് ആയി പോവുകയോ മരണപ്പെട്ടു പോവുകയോ ചെയ്യുമായിരുന്നു. അതുകൂടാതെ ഈ കത്തിയുടെ മുന ഒടിഞ്ഞ് ഇദ്ദേഹത്തിന്റെ സ്പൈനലിനോട് ചേർന്നിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അത്രയും ക്രൂരമായിട്ടും അഗ്രസീവായിട്ടുമാണ് ഇയാള് ആക്രമിച്ചത്. അതിനുശേഷം പോലീസിന്റെ ഭാഷ്യത്തില് അല്ലെങ്കിൽ മീഡിയയുടെ ഭാഷ്യത്തില് അതിനുശേഷം സെയ്ഫ് അലി ഖാൻ ഇയാളെ ഒരു റൂമിലേക്ക്, അതായത് ഈ റൂം എന്ന് പറയുന്നത് ഇയാൾ കയറി വന്ന ആ കുട്ടി കിടന്നുറങ്ങിയിരുന്ന അതേ റൂമിലേക്ക് തന്നെ വലിച്ച് അടയ്ക്കുന്നു എന്നാണ്, മറ്റുള്ളവരെ രക്ഷിക്കാൻ. എന്നിട്ട് അടച്ച് അത് ക്ലോസ് ചെയ്യുന്നു പുറത്തുനിന്ന്. ഇതിനുശേഷം പെട്ടെന്ന് കരീനയും ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് ശബ്ദം കേട്ടിട്ട്. അപ്പോഴാണ് കരീന അറിയുന്നത് ഈ സംഭവം ഇങ്ങനെ താഴെ നടക്കുന്നുണ്ടെന്ന്. വലിയ ബഹളം കേട്ടിട്ട് കരീനയും ഓടി വരുന്നു. കരീന വരുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സെയ്ഫിനെയാണ്. ഇതിനുശേഷം സെയ്ഫ് അലി ഖാൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോ ഇയാളെ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം സെയ്ഫ് അലി ഖാൻ അവിടെ നിൽക്കുന്ന സമയത്ത് കരീനയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത സിറ്റുവേഷനിൽ കരീനയും ആ നാനിമാരും കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിന്റെ തന്നെ സെയ്ഫ് അലി ഖാന്റെ മുൻ വിവാഹത്തിലുള്ള മകനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇതിന് നേരത്തെയുള്ള ന്യൂസിലൊക്കെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം അടുത്ത ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെന്നാണ്, അവിടെ നിന്ന് അദ്ദേഹം വന്നു എന്നാണ്. പക്ഷെ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം അവിടുത്തെ 7ാമത്തെ ഫ്ലോറിലാണ് താമസിച്ചിരുന്നത്. ആ സെയിം ഫ്ളാറ്റിൽ തന്നെ 7ാമത്തെ ഫ്ലോറിലാണ്. അപ്പം അദ്ദേഹം അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഇദ്ദേഹം പെട്ടെന്ന് സെയ്ഫ് അലി ഖാനെ കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഈ 11ാമത്തെ നിലയിൽ നിന്ന് താഴെ വരെ സെയ്ഫ് അലി ഖാൻ ഇദ്ദേഹത്തിന്റെ കൂടെ വരികയാണ്. കൂട്ടത്തില് സെയ്ഫ് അലി ഖാന്റെ കരീനയിലുണ്ടായ മൂത്ത മകനുമുണ്ട്, 7 or 9 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയും ഉണ്ട്. അവനുമായിട്ട് ഇതുപോലെ പോയി താഴെ ചെന്നിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇവര് ലീലാവതിയിലേക്ക് പോവാണ്. ഓട്ടോറിക്ഷക്കാരൻ പറയുന്നുണ്ട് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സെയ്ഫാണ് വന്നത്. സെയ്ഫ് പറയാണ് ഞാൻ സേഫ് ആണ്, എന്നെ ലീലാവതി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ആക്കണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് അയാൾ പെട്ടെന്ന് ലീലാവതി ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കുന്നു. അങ്ങനെ ലീലാവതി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തോന്നാം, എവിടെ സെയ്ഫ് അലി ഖാന്റെ കാറ്? 3 ആഡംബര കാറുകൾ വ്യക്തമായിട്ടുണ്ടായിരുന്ന സെയ്ഫ് അലി ഖാന് ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു കാറ് പോലും ഓടിക്കാനില്ല എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ്. അതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ദ്വീപിലായിരുന്നു എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഏതോ ഒരു വണ്ടി സർവീസിന് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അറിയില്ല, എല്ലാം കോൺട്രോവേഴ്സികൾ മാത്രമാണ്. എന്താണെങ്കിലും കാർ എടുത്തല്ല അദ്ദേഹം പോയത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ വേറെ ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഫ്ളാറ്റിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവരൊക്കെ വണ്ടി എടുത്ത് വരുമായിരുന്നല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അവിടെയും നമുക്ക് പറയാം അർദ്ധരാത്രി 1 മണി 1:30 ശേഷം നടന്ന ഒരു സംഭവമാണ്. അപ്പോ ഒരു സ്വാഭാവികമായിട്ടും രാത്രി 1 മണി സമയത്ത് വേറൊരു ഫ്ളാറ്റിൽ ചെന്ന് അവര് വന്ന് വണ്ടി എടുത്തു പോകുന്നതിനേക്കാളും സ്വാഭാവികമായിട്ടും ഇവര് ചെയ്തത് നേരെ കിട്ടിയ ഒരു വണ്ടിയിൽ കയറി പോരുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരാളും തന്റെ മരണത്തിന് കാരണമാകുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യില്ലല്ലോ. അപ്പൊ ചിലപ്പോ അതായിരിക്കാം. അപ്പോ ഈ ഓട്ടോറിക്ഷയില് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സെയ്ഫ് അലി ഖാനെ കാണുന്നത് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് ഇദ്ദേഹം ഒരു ധീര ജവാനെ പോലെ അവിടേക്ക് തന്റെ മകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു മകന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കയറി വരികയാണ് രക്തത്തിൽ കുളിച്ച്. അപ്പോ പെട്ടെന്ന് ആൾക്കാർ ഞെട്ടുകയാണ്, അവിടെ ഡോക്ടേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ ഞെട്ടുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം പറയുകയാണ് ഞാൻ സെയ്ഫ് അലി ഖാനാണ്, എനിക്കിതുപോലെ വീട്ടില് മോഷണ സമയത്ത് കുത്തുകിട്ടി, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അപ്പോ അവര് പെട്ടെന്ന് സ്ട്രെച്ചർ കൊണ്ടുവന്നു ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പോകാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ നടന്നു വരാം, നിങ്ങൾ എവിടേക്കാണെന്ന് വെച്ചാൽ എന്നെ കൊണ്ടുപോകുമെന്ന്. അങ്ങനെ അദ്ദേഹം ധീരതയോടുകൂടി നടന്നു പോയെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് എത്തിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു പേഷ്യന്റ് എത്ര പറഞ്ഞാലും
പറഞ്ഞാലും അദ്ദേഹത്തെ അങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പാടില്ല. കാരണം സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അവിടെ നടന്നിരിക്കുന്നത്. എനിവേസ് അങ്ങനെ അദ്ദേഹത്തെ പെട്ടെന്ന് സർജറിക്ക് കയറ്റുകയാണ്. അടിയന്തര സർജറി ചെയ്തതുകൊണ്ട് അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു കോൺട്രവേഴ്സി, എവിടെ കരീന കപൂർ? ആ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കരീന കപൂർ എവിടെ? പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും കരീന കപൂറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരായ നമ്മൾക്കും തോന്നാവുന്ന കാര്യമാണ്, ഒരു വണ്ടി എടുത്ത് കരീന കപൂറിന് അവരെ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചുകൂടായിരുന്നോ എന്ന്. പക്ഷെ ഈ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കരീന കപൂർ ഒരു പാർട്ടി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിക്കുന്നത്. അവരെ കൊണ്ടുവിട്ടത്, ഈ പാർട്ടി സ്ഥലത്തു നിന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് റിയ കപൂറിന്റെ ഡ്രൈവറാണ്. കാരണം അവര് ചിലപ്പോൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാകാം. പാർട്ടികളാണ്, സ്വാഭാവികമായിട്ടും മദ്യവും എന്തും കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവര് മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വമേധയാ വണ്ടി ഓടിച്ചു വരാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ റിയ കപൂറിന്റെ ഡ്രൈവറാണ് അവരെ സേഫ് ആയിട്ട് അവരുടെ ഫ്ളാറ്റിൽ എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ, അതും ഇത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ വണ്ടി ഓടിച്ചു വരാൻ പറ്റുകയില്ലായിരിക്കാം. ഒന്നതാണ്. രണ്ട്, അവരെന്തുകൊണ്ട് സേഫിന്റെ കൂടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതിനുള്ള ഉത്തരം, അവരുടെ മൂത്ത മകൻ ഇവരുടെ കൂടെ ഉണ്ടെങ്കിലും ഇളയ മകൻ അവിടെ വലിയൊരു ട്രോമയിലായി നിപ്പുണ്ടായിരിക്കാം. കാരണം അപ്പനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പോൾ ആ കുട്ടി ട്രോമ അനുഭവിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അവരും ആ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വരുന്ന സ്ത്രീയാണ്. അവര് വന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവത്തോട് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് കയറാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം അവര് പറയുന്നത്, അവർ കരിഷ്മേനെ, അതായത് അവരുടെ ചേടുത്തീനെ ഫോണിൽ വിളിക്കുകയും കരിഷ്മ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അതിനുശേഷം അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നെ അവര് വേറൊരു കാര്യം പോലീസിനോട് പറഞ്ഞത്, ഈ 1 CR ചോദിച്ചു മോഷണത്തിനെന്ന് പറഞ്ഞു വന്ന ആള് തന്റെ പാർട്ടി കഴിഞ്ഞിട്ട് വന്ന് അഴിച്ചു വെച്ച ആഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഇട്ടിരുന്നു, അതൊന്നും നോക്കിയില്ല, എടുത്തില്ല എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം ഇതിനുശേഷം ഹോസ്പിറ്റലാവുന്നു, സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലാവുന്നു. അതിന്റെ കൂടെ തന്നെ കരീന കപൂർ അവിടുത്തെ നാനിമാരും ചേർന്ന് പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. പോലീസ് വന്ന്, കാരണം അപ്പുറത്തെ ഒരു റൂമില് ഈ കള്ളനെ പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിലേക്ക് പോയ സമയത്ത് തന്നെ പോലീസ് ഇവരുടെ ഫ്ളാറ്റിലേക്ക് വരികയാണ്. ഫ്ളാറ്റിൽ വന്ന് നോക്കുമ്പോ, ഈ റൂം തുറന്ന് നോക്കുമ്പോ ഇവിടെ നമ്മുടെ കള്ളനില്ല. കാരണം കള്ളൻ കയറി വന്ന അതേ റൂമിൽ തന്നെ കള്ളനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ കള്ളൻ അവിടെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കള്ളൻ ആ വഴി എങ്ങനെ കയറി വന്നോ ആ വഴി തന്നെ കള്ളൻ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. അത് സെയ്ഫ് അലി ഖാൻ അറിഞ്ഞില്ല കള്ളൻ എവിടുന്നാ കയറി വന്നെന്ന്. അപ്പൊ അതുകൊണ്ട് കിട്ടിയ റൂമിലേക്ക് ഇട്ട് പൂട്ടിയതായിരിക്കാം. എനിവേസ് കള്ളൻ രക്ഷപ്പെട്ടു. ഇനി കള്ളന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ കയറി വന്ന പുറകിലത്തെ മതിൽ ചാടി കയറി വന്ന കള്ളൻ വളരെ കൂളായിട്ടാണ്, തന്റെ ഷൂസ് ഉപയോഗിച്ചില്ല, മുഖം മറവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ഫോണ് ഈ കള്ളന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കള്ളനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് പുതിയൊരാള് ആ ബിൽഡിംഗിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ അതായത് ഈ ഫോൺ വെച്ചിട്ട് അയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഫോൺ അയാൾ ഉപയോഗിച്ചിരുന്നു. ഈ ചെറിയൊരു ബാക്ക് പാക്കുമായിട്ട് ഇദ്ദേഹം വളരെ സ്ലോലി കാമായിട്ടാണ് മുകളിലേക്ക് ഈ ഫയർ എക്സിറ്റ് വഴി, സ്റ്റെയർ കേസ് വഴി കയറി പോകുന്നത്. അങ്ങോട്ട് പോയതിനേക്കാളും കാമായിട്ട്, അതായത് മുഖത്ത് മാസ്ക് പോലും ഊരിയിട്ടുകൊണ്ട്, മാസ്ക് എന്ന് പറയുന്ന ഒരു തുണിയാണ്, ഇതുപോലും ഊരിയിട്ടുകൊണ്ട് CCTVയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ഫ്ലോറും ഇയാള് ഇറങ്ങുന്നത്. അത്രയും കാമായി ഇറങ്ങി. പിന്നെ പറയുന്നത്, ഇയാൾ 200 മീറ്ററോളം നടന്ന് ഇവിടെ നിന്ന് പോയി എന്നാണ്. അതായത് ഈ മതിൽ ചാടിയതിനു ശേഷം 200 മീറ്ററോളം നടന്നാണ് പോയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള ഇതൊക്കെ വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഒരു വണ്ടി ഉപയോഗിച്ചല്ല അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ വണ്ടിയില്ല. പക്ഷെ ഈ 200 മീറ്റർ കഴിഞ്ഞിട്ട് ഇയാൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അതിനുശേഷം ഇതേപോലെ ഒരാള് ബാക്ക് പാക്ക് ഇട്ടിട്ട് വേറൊരു ഷർട്ടും ധരിച്ച് അവിടെ കൂടെ നടക്കുന്നത്, അതായത് പല സ്ഥലങ്ങളിൽ മൊബൈൽ വാങ്ങാനും ഒക്കെയായിട്ട് കടകളിലൊക്കെ നിൽക്കുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടു. കാരണം സെയിം ഇതേപോലെ തന്നെ ഒരാള്, അയാളൊരു ഹെഡ്ഫോൺ എന്തോ വാങ്ങാൻ വേണ്ടി മൊബൈൽ ഷോപ്പുകളിലൊക്കെയാണ് അയാളെ കണ്ടത്. അതായത് ഈ 200 മീറ്റർ കഴിഞ്ഞിട്ട് ഇയാള് പല സ്ഥലങ്ങളിലും വേറെ ഡ്രസ് ഇട്ട് കണ്ടു എന്ന് പറയുന്നു. ഇവിടെ വെച്ച് ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യുകയും ഇയാൾ പോയത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് കണ്ടെത്തുകയും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇയാളെ പോലെ സാമ്യമുള്ള ഒരാള് ട്രെയിൻ എടുത്ത് 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തെത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുകയും ഈ 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് അയാളെ പിടികൂടുകയും കൊണ്ടുവന്നിട്ട് ഇതാണ് സെയ്ഫ് അലി ഖാനെ കുത്തിയ ആളെന്ന് പറയുകയും ചെയ്യും. പക്ഷെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുത്തിയ ആൾക്ക് CCTV കാണുമ്പോൾ മീശയില്ലായിരുന്നു. 2 ദിവസത്തിനകം ഇയാൾക്ക് മീശ വെക്കും. കാരണം പിടിച്ച ആൾക്ക് മീശയും. അയാളെ കണ്ടാല് രൂപസാദൃശ്യം കൊണ്ട് കറക്റ്റായിട്ട് ഈ CCTVയിൽ കുടുങ്ങിയ ആളെ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇയാൾക്ക് 2 ദിവസം കൊണ്ട് മീശ വെക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് പറയുന്നു ഇയാളല്ല അത്. വീണ്ടും ഒരാളെ പിടികൂടുന്നു. എന്നിട്ട് പറയുന്നു ഇയാളല്ല അതെന്ന്. ഇപ്പൊ പോലീസ് പറയുന്നത് പോലീസിന്റെ അടവാണെന്നാണ്. കാരണം മീഡിയനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മീഡിയക്ക്
കൊടുത്ത ലീക്ഡ് ഫോട്ടോ എന്ന് പറയുന്നത്, പിടിച്ച ആളുകളെന്നും ഒക്കെ പറയുന്നത് മീഡിയയിലൂടെ പ്രതി അറിയാൻ വേണ്ടിയാണ്. ആളെ കിട്ടി, ഇനി താൻ രക്ഷപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അവസാനം മൂന്നാമതൊരാളെ പിടിക്കുകയാണ്. അയാളുടെ പേര് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദ് എന്നാണ്. ഇയാള് ബംഗ്ലാദേശുകാരൻ. ഇയാൾക്ക് വ്യക്തമായ ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. വിജയദാസ് എന്നുള്ള പേരില് ഇയാള് ഹോട്ടലുകളിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഇത് ബംഗ്ലാദേശിൽ നിന്ന് വിത്തൗട്ട് ഐഡന്റിറ്റി നുഴഞ്ഞു കയറി വന്ന ആളാണ്. ഇയാള് ഭീകര പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ വഹിച്ചിട്ടുള്ള ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇയാളാണ് ഈ വീട്ടിൽ കയറിയത്. മോഷണ ശ്രമമാണെന്ന് പറയുന്നു. ഇനിയും കോൺട്രവേഴ്സികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇയാള് ഇത്രയും വിലയുള്ള, അത്രയും പോഷായിട്ടുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇയാള് എങ്ങനെ കയറിപ്പറ്റും? അപ്പൊ നമ്മൾ സേഫ്റ്റിയെ കുറിച്ച് സംസാരിക്കണം. സേഫ്റ്റിയെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3 സെക്യൂരിറ്റിമാരാണ് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഉള്ളത്. ഇത്രയും പണക്കാരുടെ കോടിക്കണക്കിന് വിലയുള്ള ഫ്ളാറ്റുകളിലെ സെക്യൂരിറ്റി സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ പലരും, അതായത് ഇവിടെ താമസിക്കുന്ന പലരും ഭയങ്കര ബിസിനസ് പേഴ്സൺസ് ആണ്, ഭയങ്കര കോടീശ്വരന്മാരാണ്. ഇവരൊക്കെ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ സേഫ്റ്റി. പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെ അപ്പുറത്തുള്ള, ഇതിന് മുൻവശത്തുള്ള പൂക്കടയിൽ നിന്ന് പൂ വേണമെന്നുണ്ടെങ്കിൽ ഇവര് താഴെ മോളിൽ നിന്ന് വിളിച്ചു പറയുന്നു, താഴെ നിന്ന് പൂക്കടയിൽ നിന്ന് ആള് ഇവരുടെ ഫ്ളാറ്റിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇവരുടെ ഐഡിയോ അല്ലെങ്കിൽ ഇവരാരാണെന്നോ ഒന്നും രേഖപ്പെടുത്തി വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ സെക്യൂരിറ്റി സിസ്റ്റം പ്രകാരം. കാരണം ഇവിടെ ഇത് യൂസ്ഡ് ആയ കാര്യമാണ്. അടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നത് ഇതിന്റെ വാതിക്കെ കൊണ്ടുവന്ന് കൊടുക്കും, റൂമിന്റെ വാതിക്കൽ അല്ലെങ്കിൽ ഫ്ളാറ്റിന്റെ വാതിക്കെ. അല്ലാതെ സെക്യൂരിറ്റിയുടെ കൊടുക്കുകയോ സെക്യൂരിറ്റി പേരോ ഫോൺ നമ്പറോ ഒന്നും എഴുതുന്നില്ല. അത്രയും സേഫ്റ്റിയെ കുറിച്ച് ചിന്തയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആരുടെയും വന്നു പോകുന്നവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഐഡിയോ അവിടെ ചോദിച്ചു വാങ്ങുന്നില്ല. അതായത് കണ്ടിന്യൂസ്ലി ഒരു 2 പ്രാവശ്യം വന്നാൽ പിന്നെ 3ാമത്തെ പ്രാവശ്യം അങ്ങ് കയറ്റി വിടുകയാണ്. മാത്രമല്ല, ഇയാൾ ഇവിടേക്ക് വരുമ്പോ ഇത്രയും ഫ്ളാറ്റുകൾ ഉണ്ടായിട്ടും ഈ 11ാമത്തെ ഒരു കള്ളൻ മോഷ്ടിക്കാമെന്ന് വരുമ്പോ തീർച്ചയായിട്ടും അയാള് ഏറ്റവും അടുത്തുള്ള സാധ്യതകളെയല്ലേ ഉപയോഗിക്കുക. അയാൾ പറഞ്ഞു വെച്ച പോലെ 11ാമത്തെ നിലയിൽ പോയി മോഷ്ടിക്കോ? എല്ലായിടത്തും ഒരേ സാധ്യതകളാണുള്ളത്. കാരണം ഇതൊരു പണക്കാരുടെ മൊത്തം താമസിക്കുന്ന ആൾക്കാരും പണക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മോഷ്ടാവിനെ സംബന്ധിച്ച് സാധ്യതകൾ എല്ലായിടത്തും ഒരുപോലെയാണ്. ഈ 11ാമത്തെ നിലയിൽ പോകണ്ട. അയാൾക്ക് മോഷ്ടാവ് മോഷണം കഴിഞ്ഞ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരെ മതിലയാടി രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ഫസ്റ്റ് ഫ്ലോർ ആണ്. അല്ലെങ്കിൽ ഇനിയും ഫസ്റ്റ് ഫ്ലോറിൽ നടക്കുന്നത് സെക്യൂരിറ്റി അറിയുമെന്നുള്ള ഒരു തോന്നലാണെങ്കിൽ അത് സെക്കൻഡ് ഫ്ലോറിലേക്ക് ആക്കാം, 3rd ഫ്ലോറിലേക്ക് ആക്കാം. അതിലും മേലെ 11ാമത്തെ ഫ്ലോറിലേക്ക് പോയി ഈ ഒരു മോഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അത് മോഷണ ശ്രമം മാത്രമായിരിക്കില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരികയാണ്. പിന്നെ ഒരു കള്ളൻ കയറി എന്ന് പറയുന്നത് ഈ വെന്റ് വഴിയാണ്. ഞാൻ ഇതിനെ കുറിച്ച് മുന്നേ സംസാരിച്ചു. ഈ ഫയർ എക്സിസ്റ്റ് വഴി വന്നിട്ട് ഒരു ബാത്റൂമിന്റെ വെന്റ് അതെങ്ങനെയാണ് ശരിയാവുന്നത്? വലിയ വെന്റ് ആണെന്ന് പറഞ്ഞാലും ചെറിയ വെന്റ് ആണെന്ന് പറഞ്ഞാലും ഇത് പൊളിച്ച് കയറണം എന്നുണ്ടെങ്കിൽ എടുക്കുന്ന ടൈം 1 മണിക്കൂറേ ഈ കള്ളൻ അവിടെ കയറാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും തിരിച്ചു പോകാനും എടുത്തിട്ടുള്ളൂ. ഇതിനോടകം ഈ വെന്റ് പൊളിച്ചകത്ത് കയറി എന്ന് പറയുന്നതും ഇത് കേട്ടില്ല എന്ന് പറയുന്നതും ഒക്കെ കുറച്ച് ദുരൂഹത നിറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ലക്ഷ്യം ശരിക്കും കവർച്ചയായിരുന്നോ അല്ലെങ്കിൽ സേഫിനെ നേരിട്ട് ലക്ഷ്യം വെച്ചിരുന്ന ആസൂത്രിതമായ ഒരു ആക്രമണമാണോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യാൻ. പലരും പറയുന്നുണ്ട് സെയ്ഫ് അലി ഖാന്റെ ഭാഗം വെക്കലാണ്, അതായത് രാജകുടുംബമാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം വെക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ആസൂത്രിതമായ ആക്രമണമാണോ ഇത് സെയ്ഫിനെ തീർക്കാൻ വേണ്ടി? അപ്പം സെയ്ഫിന് മാത്രം അവകാശപ്പെട്ടതല്ല ഈ രാജകുടുംബത്തിലെ കാര്യങ്ങൾ. എന്താണെങ്കിലും സെയ്ഫിന് അവകാശപ്പെട്ടതാണ് ഇപ്പോ ഇരിക്കുന്ന രാജകൊട്ടാരം. പക്ഷെ അത് സെയ്ഫിന്റെ കാലഘട്ടത്തിന് ശേഷം ഗവൺമെന്റിന്റെ ആകും. പിന്നെ ബാക്കിയുള്ള സ്വത്തുക്കളാണ് ഇപ്പോ 4 പേരാതാണ്ടുണ്ട് ഈ പട്ടോടി ഫാമിലിയിൽ. അപ്പോ ഈ സെയ്ഫിന്റെ അപ്പൻ മാത്രമല്ല ഉള്ളത്. അപ്പൊ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗ വെക്കലിനെയൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളോട് അനുബന്ധിച്ചുണ്ടായ ആക്രമണമാണോ ഇത്, അതോ സെയ്ഫ് തന്നെ കാശ് കൊടുത്ത് നടത്തിയ ആക്രമണം? ഒരിക്കലും അത് പറയാൻ പറ്റില്ല. സെയ്ഫ് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയതെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊരിക്കലും ആ കോൺട്രവേഴ്സി അങ്ങോട്ട് ചേരുന്നില്ല. കാരണം അദ്ദേഹത്തിന് സ്പൈനൽ കോഡ് ഇഞ്ചുറി വരെ വരുന്ന രീതിയിലുള്ള കത്തിക്കുത്തുകളാണ് ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാക്കുന്ന കത്തിക്കുത്തുകളാണ് ഏറ്റിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പൊ അത് നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ഒരാള് സ്വന്തം മരണത്തിന് കാരണമാകുന്ന രീതിയിൽ ഒരു ആളെ വെക്കില്ല. അപ്പൊ അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ മറ്റൊരാളിൽ നിന്നുള്ള ആക്രമണമാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനിയും അതുമല്ല, ഇതിന്റെ അടുത്തത് കരീനയിലേക്കാണ് നീങ്ങുന്നത്. കരീന കൊട്ടേഷൻ കൊടുത്തതാണോ എന്ന് അത് അങ്ങനെ പാപ്പരാസികൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിന് കാരണം സെയ്ഫിന്റെ പേരിൽ വലിയൊരു ഇൻഷുറൻസ് തുകയുണ്ട്. അത് മാത്രമല്ല, വീട്ടില് അത്ര നല്ല സ്വരചേർച്ചയിലല്ല ഭാര്യ ഭർത്താവെന്നും ഈ അടുത്ത കാലത്ത് ഡിവോഴ്സിനൊക്കെ സാധ്യത ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്ന ഒരു കാര്യം, ഗോസിപ്പുകൾ, റൂമേഴ്സ് ഇവിടെ നടക്കുന്നു. പക്ഷേ അതും എത്രത്തോളം ശരിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. കരീന ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നതും ഒക്കെയാണ് ഇതിന് റീസൺ ആയിട്ട് പറയുന്നത്. കരീനയുടെ മൊഴികളിലെ വൈരുദ്ധ്യം അതെന്താണെന്ന് പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അതൊക്കെയാണ് റീസൺ ആയിട്ട് പറയുന്നത്.
പക്ഷെ അപ്പോഴും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ പല കാരണങ്ങളുണ്ടാകാം കരീന ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത്. എന്താണെങ്കിലും അങ്ങനെയും ഒരു ഗോസിപ്പ് കോളങ്ങളിൽ അച്ചടിച്ചു വരുന്നുണ്ട് കരീനയുടെ പേരും. അത് സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ റീച്ചും കിട്ടുമല്ലോ. പിന്നെ അടുത്തത് ഒരു കാര്യം, പോലീസിന് സത്യത്തില് വ്യക്തമായ തെളിവുകൾ എത്തിയോ ഇല്ലയോ. പോലീസ് കളിപ്പിക്കാനെന്ന് പറഞ്ഞ് ലീക്ക് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ പോലും പോലീസ് പലപ്പോഴും ഇരുട്ടിത്തപ്പുന്ന പോലെയാണ് കണ്ടത്. കാരണം സെയ്ഫ് അലി ഖാനും ഈ പറയുന്ന നാനിമാരും ഈ ആക്രമിയുടെ കൂടെ 1 മണിക്കൂർ ചെലവിട്ട് ഈ ആക്രമണം നടന്ന സമയം, പക്ഷെ അവർക്ക് മുഖം വ്യക്തമായിട്ടില്ല എന്നുള്ളതായിരിക്കും സത്യം. കാരണം ഇയാള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, തിരിച്ചു പോകുമ്പോൾ മാസ്ക് ഇട്ടില്ലെങ്കിലും ഇയാള് മാസ്ക് ഇട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അപ്പോ അവരിലൂടെ ഇത് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമായിരിക്കാം. പിന്നെ ആകെപ്പാടെയുള്ള തെളിവ് CCTV ദൃശ്യങ്ങളാണ്. അത് വെച്ചിട്ട് എന്തെങ്കിലും തെളിവുകള് കിട്ടിയോ, ഇല്ലെങ്കിൽ ഒരു കവറപ്പ് പോലെ ഒരുത്തനെ പിടിച്ച് മുന്നിലിട്ട് വെച്ചിരിക്കുന്നതാണോ എന്നുള്ളതും സംശയമാണ്. നമ്മുടെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ദയ സാറൊക്കെ അവിടെ വന്നിരുന്നു. അത് കണ്ടപ്പം വിചാരിച്ചാണ് വിത്തിൻ സെക്കൻഡ്സ് പ്രതിയെ കിട്ടും, ഇപ്പൊ തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കുമുള്ള ക്രിമിനൽ ഇപ്പോഴും പുറത്തു തന്നെയാണോ, ഇയാള് ഇനിയും സേഫ് ആയിട്ട് സേഫിനെ അൺസേഫ് ആക്കിയിട്ട് പുറത്ത് നടക്കുകയാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ അത്ര നല്ല സേഫ് ആയിട്ടുള്ള അന്തരീക്ഷമല്ല ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്നുള്ളതാണ്. നമ്മുടെ MLA കോൺഗ്രസ് നേതാവ് മരിച്ചു വീണ്, വെടിയുണ്ടയിട്ട് മരിച്ചു വീണത്, അതും പബ്ലിക് ആയിട്ട് ഒരു പ്ലേസിൽ. അത് കഴിഞ്ഞിട്ട് ഈ സെയ്ഫ് അലി ഖാന്റെ നേരെയുള്ള ആക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് വരാനിരുന്നത് മന്നത്തിലേക്കാണ്. മന്നത്ത് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഷാറുഖ് ഖാന്റെ സ്ഥലം. അവിടെ സേഫ്റ്റി ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് സെയ്ഫ് അലി ഖാന്റെ സ്ഥലത്തേക്ക് വന്നതെന്നൊക്കെയാണ്. കൂടാതെ നമ്മുടെ സൽമാൻ ഖാൻ ഈയിടെ പുള്ളിയുടെ വിൻഡോയുടെ ഗ്ലാസ് എല്ലാം ബുള്ളറ്റ് പ്രൂഫ് ആക്കി. കാരണം അതിന് തൊട്ടു മുമ്പായിട്ട് പുള്ളിയുടെ വിൻഡോയ്ക്ക് നേരെയും വോളിന് നേരെയൊക്കെ വെടിയുണ്ട ഉതിർത്തിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഈ പറയുന്ന സെലിബ്രിറ്റികളുടെയും പൊളിറ്റീഷ്യൻസിന്റെയും ഒക്കെ ജീവിതം അത്ര സേഫ് അല്ല. നമ്മളൊക്കെ എത്ര സേഫ് ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ സേഫ്റ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്.